ട്രീറ്റ്മെൻറ്റ് ഓർഗാനിസത്തിൻ്റെ ഒരു സിലബസ് ആയിരുന്നു കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, ഒരു 10 ക്വസ്റ്റ്യനാണ് പറയുന്നത്. പാരസിറ്റമോൾ ഈസ് ആൻ ആൻറ്റി ഡിപ്രസൻറ്റ്, അനാൽജസിക്, ട്രാൻക്വലൈസർ, ആൻറ്റിപൈററ്റിക്സ്, പ്രിസർവേറ്റീവ്. അപ്പോൾ പാരസിറ്റമോൾ എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിപൈററ്റിക്സ് ആണ്. പാരസിറ്റമോൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ആൻസറിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ വരാം. അനാൽജസിക്കായിട്ടും പാരസിറ്റമോൾ ആക്ട് ചെയ്യുന്നുണ്ട്, ആൻറ്റിപൈററ്റിക്സ് ആയിട്ടും പാരസിറ്റമോൾ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ഇത് രണ്ടും എന്നൊരു ഓപ്ഷനും ഉണ്ടെങ്കിൽ നമുക്കത് രണ്ടും ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രിഫറൻസ് നമുക്ക് ആൻറ്റിപൈററ്റിക്സിനെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻറ്റിപൈററ്റിക്സ് ആൻസർ. നെക്സ്റ്റ് ആസ്പിരിൻ എന്ന് പറയുന്നത് എന്താണ്? ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിപൈററ്റിക്സും അനാൽജസിക്കുമാണ്. ഓക്കെ, ആസ്പിരിൻ എന്ന് പറയുന്നത് ആൻറ്റിപൈററ്റിക്കായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, അനാൽജസിക്കായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അവിടെ അതായിരിക്കും ഏറ്റവും സ്യൂട്ടബിളായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പെൻസിലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൻറ്റിബയോട്ടിക്കാണ്. ഓക്കെ, പെൻസിലിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദ ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ബ്രിങ് ഡൗൺ ബോഡി ടെമ്പറേച്ചർ ആയിക്കോട്ടെ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാരസിറ്റമോൾ കഴിക്കുമ്പോൾ നമ്മൾ ആൻറ്റിപൈററ്റിക്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെ ആൻറ്റിപൈററ്റിക്സ് എന്നാണ് പറയുന്നത്. ഇനി ഡ്രഗ്സ് വിച്ച് പ്രൊഡ്യൂസ് സ്ലീപ്പ് ആൻഡ് റെഡ്യൂസ് ആങ്സൈറ്റി, സ്ലീപ്പ് ഉണ്ടാക്കുകയും ആങ്സൈറ്റി കുറയ്ക്കുകയും ചെയ്യുന്ന ഡ്രഗ്സിനെ പറയുന്ന പേരെന്താണ്? ഹിപ്നോട്ടിക്കാണ്. ഓക്കെ, ഹിപ്നോട്ടിക്കാണ്. അപ്പോൾ സോ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഹിപ്നോട്ടിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബർകുലോസിസ്? TBയുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് സ്ട്രെപ്റ്റോമൈസിനാണ്. ഓക്കെ, ആൻസർ സി ആണ്, സ്ട്രെപ്റ്റോമൈസിനാണ് ആൻസറായിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് അനാൽജസിക്? താഴെ തന്നിരിക്കുന്നത് അനാൽജസിക് എന്ന് പറയുന്നത് ഏതാണ്? പെൻസിലിൻ, ട്രെപ്റ്റോമൈസിൻ, പാരസിറ്റമോൾ, ക്ലോറോഫെനിക്കോൾ, ആൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനാണ്. ഇവിടെ അനാൽജസിസ് ഈ പറഞ്ഞിരിക്കുന്നത് അനാൽജസിക്കായിട്ട് ആക്ട് ചെയ്യുന്നത് പാരസിറ്റമോൾ മാത്രമാണ് കേട്ടോ. ആൻറ്റിപൈററ്റിക്സ് ആയിട്ടും പാരസിറ്റമോൾ ആക്ട് ചെയ്യുന്നുണ്ട്, അനാൽജസിക്കായിട്ടുണ്ട്. ഇവിടെ ഇപ്പം അനാൽജസിക്കായിട്ട് വരുന്നത് ഏതാണ്? പാരസിറ്റമോളാണ്. ഓക്കെ, പാരസിറ്റമോളാണ്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ടൈഫോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്ന്. ടൈഫോയിഡിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു TBയുടെ ട്രീറ്റ്മെൻറ്റിനാണ് സ്ട്രെപ്റ്റോമൈസിൻ ഉപയോഗിക്കുന്നത്. ടൈഫോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിനോ ക്ലോറോമൈസിറ്റിനാണ്. ടൈഫോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഡ്രഗാണ് ക്ലോറോമൈസിറ്റിൻ. ഏതാണ്? ക്ലോറോമൈസിറ്റാണ്. സ്ട്രെപ്റ്റോമൈസിൻ ഈസ് സ്പെസിഫിക് അഗെയിൻസ്റ്റ്. സ്ട്രെപ്റ്റോമൈസിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ട്യൂബർകുലോസിസിനെതിരായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ, ടൈഫോയിഡിന് ഉപയോഗിക്കുന്നതോ ക്ലോറോമൈസിറ്റിനും. തിരിഞ്ഞു പോരുത്. ക്ലോറോക്വൈനോൺ ഈസ് എ ഡ്രഗ് ടു കൺട്രോൾ. ക്ലോറോക്വൈനോൺ എന്ന് പറയുന്ന ഒരു ഡ്രഗാണ്. അതെന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? മലേറിയ രോഗത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഡ്രഗാണ് ക്ലോറോക്വൈനോൺ. ഓക്കെ, മലേറിയ രോഗത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ക്ലോറോക്വൈനോൺ. അപ്പോൾ ഇത്രയാണ് ഒരു 10 കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൽ വരുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ്. അടുത്ത 10 ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.